വെളിഞ്ഞ് താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാ. ഒരു മതം സ്ഥാപിക്കാനല്ല. യേശുക്രിസ്തു ഒരു മതവും സ്ഥാപിച്ചിട്ടില്ല. എന്നാൽ യേശുക്രിസ്തു വന്നത് മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാ. ഈ ലോകത്തിൽ ജനിക്കുന്ന സകല മനുഷ്യരും പാപികളാണ്. ഈ ലോകത്തിൽ ഇനി ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ പാപികളായിട്ടാണ് ജനിക്കുന്നത്. എന്നാൽ പാപം കൂടാതെ ഉലകത്തിൽ ജനിച്ച ഒരുവൻ മാത്രമേ ഉള്ളൂ. അത് സാക്ഷാൽ യേശുക്രിസ്തു. ആ പാപമില്ലാതെ ജനിച്ച യേശുക്രിസ്തു മുഖാന്തരമാണ് സകല മനുഷ്യനും പാപത്തിന്റെ പരിഹാരം ഉണ്ടാകുന്നത്. ആ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്ന് 33.5 വയസ്സ് വരെ ഉലകത്തിൽ ജീവിച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്ത് മരിച്ച് അടക്കപ്പെട്ട് മാനവന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി കാൽവരി ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ആ കല്ലറകളെ ഭേദിച്ച് ഉയർത്തെഴുന്നേൽപ്പാനിടയായി. ഇന്ന് പാലസ്തീനിൽ ചെന്നാൽ അവിടെ യേശു കർത്താവിന്റെ കല്ലറ തുറന്നു കിടക്കുകയാണ്. ആ തുറന്നു കിടക്കുന്നതിന് കാരണം യേശു കർത്താവ് പറഞ്ഞതുപോലെ